ഹലോ ഋതുമൊപ്പലഫിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പപ്പായ വെച്ചിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ നല്ല പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള പപ്പായ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല പീസാക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പപ്പായ നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിന് കൂടെ വേണ്ടത് ഒരു 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത തക്കാളിയാണ്. അപ്പോൾ ആ ഒരു 3 തക്കാളി ഒന്ന് പീസാക്കിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, അധികം ഒന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പം നമ്മളിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് നല്ലൊരു ഗോൾഡൻ കളറായി വരുമൊന്നും വേണ്ടോ. നമ്മൾ ശരിക്കും തേങ്ങാക്കൊത്ത് ഉണ്ടാക്കുന്ന പോലെ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കളറ് മാറി കിട്ടിയാൽ മതിയേ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അണ്ടിപ്പരിപ്പ് കൂടെ നുറുക്കി വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി കളർ ചേഞ്ച് ആയത്. ചെറിയൊരു കളർ ചേഞ്ച് മാത്രം വന്നാൽ മതി. ഇനി നമുക്ക് ഇതിൽ നിന്നൊന്ന് ഈ നെയ്യിൽ നിന്നൊന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനി ഇതേ സെയിം പാനിലോട്ട് തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പേസ്റ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുറുകി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ ഇതവിടെ നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ഒന്ന് ചേർത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ലൂസാവും കേട്ടോ. അപ്പോൾ വീണ്ടും കുറുക്കി എടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വാനില എസൻസ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് കോൺഫ്ലോർ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് വെള്ളത്തിൽ കലക്കിയെടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് കട്ടയില്ലാണ്ട് കലക്കിയെടുത്തേക്കണേ. അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പേ ആയിട്ട് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചോളൂ കേട്ടോ. എന്നിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ആ ഒരു റെഡ് കളറ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ചായി ഓറഞ്ച് കളറാവുമേ. പിന്നെ ആ പൊടി ഒന്ന് വെന്ത് കഴിയുമ്പം തിരിച്ച് വീണ്ടും ആ ഒരു റെഡ് കളറിലോട്ട് തന്നെ മാറും കേട്ടോ. കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടയായി പോവേ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കൈ എടുക്കാണ്ട് ഇളക്കണം എന്നുള്ളത്. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് കൈ കട്ടയില്ലാണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ പൊടിയൊക്കെ വെന്തിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നാക്കിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നാക്കി മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറിനെ വേണം നിർബന്ധമൊന്നുമില്ല. അതിന് പകരം നിങ്ങൾ നെയ്യായാലും മതി കേട്ടോ. നന്നായിട്ട് കുറുകി വരുമ്പം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഓരോ ടീസ്പൂണായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യോ അതല്ലെങ്കിൽ ബട്ടറോ ഏതെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ടോട്ടൽ ഇപ്പോൾ നമ്മൾ 4 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. നമ്മുടെ പാനിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വിട്ടു പോരണേ. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം ഒരുമിച്ച് ഇതുപോലെ ഇളകിക്കൊണ്ടിരിക്കണം കേട്ടോ. കണ്ടില്ലേ വിട്ടുപോരുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഈ ഒരു പരുവത്തിലായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സെറ്റായി കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. സ്പൂൺ കൊണ്ട് കോരി കഴിക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വരെ വെയിറ്റ് ചെയ്തത്. ഇങ്ങനെ ആയി കിട്ടിയാൽ മാത്രമേ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കുന്നതിന് മുമ്പേ ആയിട്ട് തന്നെ നമുക്കത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ആ പാത്രത്തിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം വിട്ടുപോരും കേട്ടോ. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം.
ഇനി നമുക്ക് ഇങ്ങനെയല്ലാതെ വേറൊരു മെത്തേഡ് എന്താണുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ചെറിയതാ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലോട്ട് നമ്മളിതാ കുറേശ്ശെയായിട്ട് മിഠായി പോലെ കേട്ടോ അതുപോലെ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഈ കവറിൽ ഓയിലാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അല്ലാതെ തന്നെ വിട്ട് വേഗം പോരും. ഇങ്ങനെയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്യുമ്പം വേണമെങ്കിൽ കുറച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ബാക്കിയായത് മുഴുവൻ ഞാനിതുപോലെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പപ്പായ വീട്ടിലുള്ളവരും അതുപോലെ തന്നെ വാങ്ങിക്കുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.